ഡിയർ സ്റ്റുഡൻസ്, പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് പോസിബിൾ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ഓഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന സബ്ജക്റ്റിൽ നമുക്ക് മൊത്തം 11 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാംസ്. ഈ ഒരു ചാപ്റ്ററിനെ നമുക്ക് 4 പ്രധാന സെക്ഷനുകളായി വിഭജിക്കാം. 1 ബേസിക്സ് ഓഫ് C++, 2 കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, 3 നെസ്റ്റഡ് ലൂപ്സ്, 4 ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഫസ്റ്റ് സെക്ഷനായ ബേസിക്സ് ഓഫ് C++ എന്ന സെക്ഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ക്യാരക്ടർ സെറ്റ് ഇൻ C++, ദെൻ ടോക്കൺസ്. നമുക്കറിയാം 5 മെയിൻ ടോക്കണുകളുണ്ട്: കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ്. അത്രയുമാണ് ടോക്കണകത്ത് വരുന്നത്. അതിനുശേഷം വരുന്നത് ടൈപ്പ് മോഡിഫയേഴ്സാണ്. അതുപോലെ മറ്റൊരെണ്ണം ടൈപ്പ് കൺവേർഷനാണ്. ഈ ഭാഗങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത ഉണ്ട്. അതുപോലെ സി ഇൻ, സി ഔട്ട് എന്നീ ഓപ്പറേറ്ററുകളെ കുറിച്ചും ആ ഓപ്പറേറ്റേഴ്സിന് ഉപയോഗിക്കുന്ന സിമ്പലുകൾ ഏതാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു ചാൻസ് വരുന്നത് C++ൽ ഉപയോഗിക്കുന്ന ക്യാരക്ടർ സെറ്റ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്ന് അതിൽ നിന്ന് ടോക്കണുകളെ കണ്ടെത്തി എഴുതാൻ പറയാം. ടൈപ്പ് മോഡിഫയേഴ്സ് എന്താണെന്നും ഡാറ്റ ടൈപ്പുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ക്വസ്റ്റ്യനുകളും പ്രതീക്ഷിക്കാം. എക്സാമ്പിൾ ആണെങ്കിൽ എംപ്റ്റി ടൈപ്സ് എന്നറിയപ്പെടുന്ന ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് ചോദിക്കാം. അതിനുശേഷം വരുന്ന അടുത്ത സെക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്കറിയാം: ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് 4ആയി തിരിക്കാം. അതിൽ ഇമ്പോർട്ടൻ്റായി വരുന്നത് അരിത്തമാറ്റിക് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് A+=10 എന്നത് ഏത് സ്റ്റേറ്റ്മെൻറ്റ് ഈക്വലാണോ? അത്തരം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആ സെക്ഷനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത സെക്ഷൻ സ്ട്രക്ചർ ഓഫ് C++ൽ നിന്ന് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇത്രയാണ് ഫസ്റ്റ് പോർഷനിൽ വരുന്നത്. സെക്കൻഡ് പാർട്ടായ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് വരുന്നത് നമുക്കറിയാം. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 ടൈപ്പ് ഉണ്ട്: സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഐറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ വീണ്ടും 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഈഫ് സ്റ്റേറ്റ്മെൻറ്റും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും. അതിൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിന് പകരം ഉപയോഗിക്കാവുന്ന ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടെർണറി ഓപ്പറേറ്റർ. പിന്നെ വരുന്നത് ഈഫിൻ്റെ സെക്ഷനായ ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഈഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊരു മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഉപയോഗിക്കുന്നു. സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്ന് അതിൽ നിന്ന് അതിനെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റാൻ പറയാം. നേരെ തിരിച്ചും ചോദിക്കാം. പിന്നെ അവിടെ നിന്ന് ലൂപ്പ് സെക്ഷനിലേക്ക് കടക്കുമ്പോൾ അതിനെ നമുക്ക് 2ആയി തരംതിരിക്കാം: എക്സിറ്റ് ലൂപ്പ് ആൻഡ് എൻട്രി കൺട്രോൾ ലൂപ്പ്. സാധാരണ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എക്സാമ്പിൾ വിത്ത് സഹിതം ചോദിക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ
ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ ലൂപ്പിൻ്റെ ബോഡി ഓഫ് ലൂപ്പ് വാക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ടെക്സ്റ്റ് എക്സ്പ്രഷൻ വാക്ക് ചെയ്യൂ. എക്സാമ്പിൾ ഡു വൈൽ ലൂപ്പ്. ഇതിൽ നിന്ന് ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയാലും ഫാൾസ് ആയാലും ലൂപ്പ് ഒരു തവണയെങ്കിലും വാക്ക് ചെയ്യുന്നു. അതാണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പായ ഡു വൈൽ ലൂപ്പിൻ്റെ പ്രത്യേകത. എൻട്രി കൺട്രോൾ ലൂപ്പിൽ വരുന്നത് വൈൽ ലൂപ്പും ഫോർ ലൂപ്പുമാണ്. ഇതിൽ ആദ്യം ടെക്സ്റ്റ് എക്സ്പ്രഷൻ വാക്ക് ചെയ്യും, അതിനുശേഷം ബോഡി ഓഫ് ലൂപ്പ് വാക്ക് ചെയ്യും. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് ലൂപ്പിൻ്റെ 5 മെയിൻ ഘടകങ്ങളാണ്. നമുക്കറിയാം ലൂപ്പിൻ്റെ 5 മെയിൻ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് കൺട്രോൾ വാരിയബിൾ, ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ലൂപ്പ്, അപ്ഡേറ്റ് എക്സ്പ്രഷൻ. ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് വരാവുന്ന ക്വസ്റ്റ്യൻ, ഒരു കംപ്ലീറ്റ് ലൂപ്പ് ഫോമാറ്റ് തന്നതിന് ശേഷം അതിൽ നിന്ന് ലൂപ്പിൻ്റെ ഘടകങ്ങൾ ആയ ലൂപ്പ് കൺട്രോൾ വാരിയബിൾ, ഇനീഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ലൂപ്പ് ആൻഡ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്നിവ കണ്ടെത്തി എഴുതാൻ പറയാം. അടുത്ത സെക്ഷൻ നെസ്റ്റഡ് ലൂപ്പാണ്. നെസ്റ്റഡ് ലൂപ്പ് എന്നാൽ ഒരു ലൂപ്പിനകത്ത് മറ്റൊരു ലൂപ്പ് വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയാം. അതായത് നമ്മുടെ ക്ലോക്കിലെ സെക്കൻഡ്, മിനിറ്റ്, അവർ എന്നീ സൂചികൾ വാക്ക് ചെയ്യുന്ന പോലെയാണ് നെസ്റ്റഡ് ലൂപ്പിൽ സ്റ്റേറ്റ്മെൻറ്റ് വാക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ വാക്കിംഗ് സാധാരണ ചോദിക്കാറുണ്ട്. ഇത് നമുക്ക് വളരെ സിമ്പിളായി പറയാവുന്നതാണ്. നെസ്റ്റഡ് ലൂപ്പിൽ ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ശരിയാകുന്ന അത്രയും തവണ ഇന്നർ ലൂപ്പ് കണ്ടിന്യൂസായി എക്സിക്യൂട്ട് ചെയ്യും. ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ് പാറ്റേൺ നിർമ്മിക്കുക എന്നത്. അതായത് ഫസ്റ്റ് ലൈൻ 1 സ്റ്റാർ, സെക്കൻഡ് ലൈൻ 2 സ്റ്റാർ, തേർഡ് ലൈൻ 3 സ്റ്റാർ എന്ന രീതിയിൽ പാറ്റേൺ നിർമ്മിക്കുന്നതിന് ചോദിക്കാം. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ ജമ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പ്രോഗ്രാമിൻ്റെ നോർമൽ എക്സിക്യൂഷൻ ഫ്ലോ ആൾട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിനെ 3ആയി ഡിവൈഡ് ചെയ്യാം, തരംതിരിക്കുക. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്, ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്, കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് എന്നത് ഒരു ലാബലിലേക്ക് ജമ്പ് ചെയ്യുന്നതാണ്. അതായത് പ്രോഗ്രാമിൻ്റെ ഏത് സെക്ഷനിലേക്കും ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് ജമ്പ് ചെയ്യാൻ സാധിക്കും. ഇതിനെ ഒരു അൺകണ്ടീഷണൽ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റായി നമ്മൾ പറയുന്നു. അടുത്തത് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റാണ്. സാധാരണയായി ഒരു ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കൺട്രോൾ ലൂപ്പിന് പുറത്ത് പോകുന്നു. അതോടുകൂടി ലൂപ്പ് ബ്രേക്ക് ആവുന്നു. അതുപോലെ ആ സെക്ഷനിൽ വരുന്ന ലാസ്റ്റ് പോയിൻ്റാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് വാക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂവിൻ്റെ തൊട്ടു താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വാക്ക് ചെയ്യാണ്ട് മറിച്ച് അതിനും തൊട്ടു താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വാക്ക് ചെയ്യുന്നു. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്ത് വീണ്ടും അത് കണ്ടിന്യൂസ് ആയിട്ട് വാക്ക് ചെയ്യുന്നു. ഇതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയാസ്. ഓക്കെ, താങ്ക് യു.